നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് എനി വുമൺ എന്നുള്ള പോയത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമായിട്ടാണ്. യൂഷ്വലി നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഏതെങ്കിലും ഒരു പോയം തന്നിട്ട് മറ്റൊരു പോയവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. പല കുട്ടികളും ചോദിക്കാറുണ്ട്, വായിക്കുന്ന പുതിയൊരു പോയം ശരിക്കും വായിക്കുമ്പോൾ മനസ്സിലാവില്ല, അതങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? അങ്ങനെ ചോദിച്ചിട്ട് ഒരുപാട് കുട്ടികൾ നമ്മളോട് പറയാറുണ്ട്. അർത്ഥം വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നൊരു ടിപ്പ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു തീമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കുറച്ച് വരാൻ സാധ്യതയുള്ള പോയംസൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ച് കഴിഞ്ഞാൽ, അർത്ഥം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും ആ പോയമാണ് നിങ്ങളുടെ ഭാഗ്യത്തിന് എക്സാമിന് വരുന്നതെങ്കിൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ഇപ്രാവശ്യം ലക്ലി 2 പോയംസ് മാത്രമേ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളൂ. ഒന്ന് എനി വുമൺ, അടുത്തത് റൈസ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കമ്പാരിസൺ വന്നിട്ടുള്ളത് എനി വുമൺ പോയവുമായിട്ടാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ അറിയാം, എനി വുമൺ പോയവും മറ്റേതെങ്കിലും ഒരു പോയവുമായിട്ടായിരിക്കും യൂഷ്വലി കമ്പാരിസൺ വന്നിട്ടുള്ളത്. ആൻഡ് ഇപ്രാവശ്യം ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിക്കാം 75% ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ആ ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ളത് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയയിലെ 2 പോയിംസ് നോക്കുമ്പോൾ എനി വുമൺ ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായൊരു പോയം. റൈസും ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് റൈസ് 1-2 വട്ടമേ അങ്ങനെ കമ്പാരിസൺ വന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയപ്പോൾ ഞാൻ അങ്ങനെയാണ് കണ്ടത്. പക്ഷേ എനി വുമൺ എന്നുള്ള പോയം അനവധി പ്രാവശ്യം വന്നിട്ടുണ്ട്. സോ നമുക്ക് ആ പോയവുമായിട്ട് വേറൊരു പോയത്തിനെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇംഗ്ലീഷ് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടൊരു സെക്ഷനാണിത്. ഇംഗ്ലീഷ് അത്രയും പാടുള്ള കുട്ടികൾ ഈ സെക്ഷൻ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇത് ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതുവരെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ എനി വുമണുമായിട്ട് കമ്പയർ ചെയ്ത് വന്നിട്ടുള്ള പോയംസും അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള പോയംസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ആൻഡ് ഇതെങ്ങനെ ഈസിലി കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പോയത്തിൻ്റെ തീം ഏതാണോ ആ പോയവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 10 ഇമ്പോർട്ടൻറ്റ് പോയംസ് അല്ലെങ്കിൽ 5 ഇമ്പോർട്ടൻറ്റ് പോയംസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോയംസിൻ്റെ പേര് കാണാൻ പറ്റും. അപ്പം സെയിം തീമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയംസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, മദേഴ്സ് ലവ് റിലേറ്റഡ് ഫേമസ് പോംസ് എന്ന് അല്ലെങ്കിൽ ടോപ്പ് 10 മദേഴ്സ് ലവ് റിലേറ്റഡ് ഫേമസ് പോംസ് എന്നോ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ പോയംസ് ആണ് ഈ സെയിം തീം വരുന്നത് എന്ന് മനസ്സിലാവും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ പോയംസ് ആയിരിക്കും യൂഷ്വലി നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും പോയംസിൻ്റെ സമ്മറീസ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഇതൊക്കെ വളരെ ഷോർട്ട് സമ്മറിയാണ്, ഒരു ജിസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരിക എന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ പോയം ദ ടോയ്സ് ആണ്, ബൈ കവൻട്രി പാറ്റ്മോ. ആൻഡ് ഈ ഒരു ടോയ്സ് എന്നുള്ള പോയം നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള പോയമാണ് കേട്ടോ. ആൻഡ് നമുക്ക് നോക്കാം ഇതിൻ്റെ സമ്മറി എന്താണെന്നുള്ളത്. The Toys is a beautiful poem written by Coventry Patmore. The poem relates a story of a father and son. The poem opens with the words "My little son." So, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയമാണ്. കവൻട്രി പാറ്റ്മോർ എന്നുള്ള റൈറ്റർ എഴുതിയിട്ടുള്ളതാണ്. ഈ റൈറ്ററിൻ്റെ പേരൊക്കെ പോയത്തിൻ്റെ ലാസ്റ്റ് മിക്കവാറും തരാറുണ്ട് കേട്ടോ. ഈ പോയം ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. ഈ പോയം ഓപ്പൺ ചെയ്യുന്നത് മൈ ലിറ്റിൽ സൺ എന്നുള്ള വേർഡ്സോട് കൂടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. ഏതൊരു പോയത്തിലും നമുക്ക് ഈ സെൻറ്റൻസസ് ഒക്കെ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് 1, ആ പോയം ഒരു ബ്യൂട്ടിഫുൾ പോയമാണെന്ന് പറയാം. 2, ആ പോയത്തിൻ്റെ സ്റ്റോറി എന്താണെന്നുള്ളത് വായിച്ചതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി പറയാം. 3 എന്ന് പറയുന്നത് ആ പോയത്തിൻ്റെ ഓപ്പണിംഗ് ലൈൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കോട്ട്സിൽ കൊടുക്കാം. And his son had spoken like a grown-up man, so the father scolded and struck his son. So the father treats his son harshly but realizes his mistake later. അപ്പോൾ മകൻ വലിയ ആൾക്കാരെ കൂട്ടി അച്ഛനോട് സംസാരിച്ചു. ഇത് കേട്ട് അച്ഛന് ദേഷ്യം വരുന്നു. അച്ഛൻ മകനെ അടിക്കുന്നു. ലേറ്റർ അച്ഛന് വിഷമം തോന്നുകയാണ് തൻ്റെ പ്രവൃത്തിയിൽ. അതാണ് ഈ പോയത്തിൻ്റെ ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്. While seeing his wet eyelids, the father regrets and feels bad for his behavior. He kisses his son and asks God to forgive him for his foolish behavior. And മകനെ വന്നിങ്ങനെ നോക്കുമ്പോൾ മകൻ്റെ നനഞ്ഞ കണ്ണ് കാണുമ്പോൾ അച്ഛന് സങ്കടം വരുന്നു. അച്ഛൻ മകനെ കിസ് ചെയ്തിട്ട് ദൈവത്തിനോട് മാപ്പ് പറയുകയാണ് ചെയ്യുന്നത്. തൻ്റെ ഫൂളിഷ് ബിഹേവിയറിന് ദൈവത്തിനോട് മാപ്പ് പറയുന്നു.
പോയം എൻഡ്സ് ഇൻ എ ഫോം ഓഫ് എ പ്രെയർ. ഈ പോയം ഒരു പ്രെയറിൻ്റെ ഫോമിലാണ് എൻഡ് ചെയ്യുന്നത്. ദ പോയറ്റ് റിമെമ്പേഴ്സ് ദാറ്റ് ഗോഡ് ഫൊർഗീവ്സ് എവരി വൺ ബട്ട് മാൻ ഓൾവേസ് ബോസ്റ്റ് അബൌട്ട് ഹിംസെൽഫ് വിതൗട്ട് തിങ്കിങ് ദാറ്റ് ഹീ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഗോഡ്. അപ്പം പോയറ്റ് പറയുന്നത് ദൈവം എപ്പോഴും എല്ലാവരോടും ക്ഷമിക്കുന്നവനാണ്, പക്ഷെ മനുഷ്യർ ഒരിക്കലും ഒന്നിനോടും ക്ഷമിക്കാറില്ല. അവർ തന്നെത്താൻ ബോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ അവർ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് അവർ മറന്നു പോകുന്നു എന്ന് ഈ പോയത്തിലൂടെ കവൻട്രി പാറ്റ്മോർ പറയുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പാണ് പറയുന്നത്. അതേസമയം എനി വുമൺ എന്നുള്ള പോയത്തിൽ മദർ ചിൽഡ്രൻ റിലേഷൻഷിപ്പാണ് പറയുന്നത്. ഒരു പോയത്തിൽ മദറും ചോയ്സ് എന്നുള്ള പോയത്തിൽ ഫാദറും. ഓക്കെ, അതാണ് ഡിഫറൻസ്. അപ്പോൾ എങ്ങനെ എഴുതണം എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ എനി വുമണിനെ പറ്റി എഴുതുക, അല്ലെങ്കിൽ ചോയ്സിനെ പറ്റി എഴുതിയാലും മതി. ആഫ്റ്റർ ദാറ്റ് സെക്കൻഡ് പാരഗ്രാഫിൽ തന്നിരിക്കുന്ന പോയത്തിനെ പറ്റിയിട്ട് എഴുതുക. ലാസ്റ്റ് ഒരു കമ്പാരിസൺ പോലെ എഴുതുക. കമ്പാരിസൺ പോലെ എഴുതാൻ പറ്റില്ല. ബോത്ത് ആർ ബ്യൂട്ടിഫുൾ പോയംസ്, പിന്നെ ബോത്ത് ആർ വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു പോയത്തിൽ മദറിനെ പറ്റിയാണെങ്കിൽ അത് പോയത്തിൽ ഫാദറിനെ പറ്റിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക. സിമ്പിൾ ലാംഗ്വേജ് ആണെന്നോ ബോത്ത് പോയംസ് ആർ റിട്ടൺ സിമ്പിൾ ലാംഗ്വേജ് എന്നോ ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് എഴുതാം. അടുത്ത പോയം ദ ഹേർട്ട് ഓഫ് എ വുമൺ ബൈ മായ ഏഞ്ചലോ. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ പോയമാണ്. ഇത് ഒരു പെസിമിസ്റ്റിക് ടോണിലാണ് ആരംഭിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ പെസിമിസ്റ്റിക് ടോണിലുള്ള പോയമാണെന്ന് പറയുന്നു. സോ മായ ഏഞ്ചലോ ഒരു ഫേമസ് ആയിട്ടുള്ള പോയറ്റാണ്. അപ്പോൾ മായ ഏഞ്ചലോൻ്റെ ഹേർട്ട് ഓഫ് എ വുമൺ എന്നുള്ള പോയമാണ് പറയാൻ പോകുന്നത്. സോ ഇറ്റ് കോൺട്രാസ്റ്റ് ദ ഡ്രീംസ് ആൻഡ് ഡിസയേഴ്സ് ഓഫ് എ വുമൺ. അപ്പോൾ ഒരു സ്ത്രീയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. The heart of a woman wanders as a lone bird and roams the tower and valleys of life. She enjoys those things, but suddenly her heart remembers the home. She comes back right to her home like a caged bird. She forgets all her dreams, which break up against the realities of life. അപ്പോൾ ഒരു സ്ത്രീയുടെ ഹൃദയം, ഹാർട്ട് വാണ്ടർ ചെയ്യുകയാണ് ഒരു ബേർഡിനെ പോലെ. ഒരുപാട് സ്ഥലത്തേക്ക് ഇങ്ങനെ വാണ്ടർ ചെയ്യുന്നു. അവൾ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നു. പെട്ടെന്നാണ് അവൾ വീടിനെ പറ്റി ഓർക്കുന്നത്. അങ്ങനെ അവൾ തിരിച്ചു വരുന്നത് രാത്രി സമയമാണ്. എന്നിട്ട് അവളൊരു കേജ്ഡ് ബേർഡിനെ പോലെ ആ വീട്ടിൽ നിൽക്കുന്നു. അവൾ അവളുടെ സ്വപ്നങ്ങളും റിയാലിറ്റീസും എല്ലാം സ്വപ്നങ്ങളെല്ലാം മറന്നിട്ട് റിയാലിറ്റി ഓഫ് ലൈഫിൽ നിൽക്കുകയാണ്. അപ്പം ഇതൊരു പെസിമിസ്റ്റിക് പോയമാണ്. അതിൻ്റെ ഇന്നർ മീനിങ് എന്ന് വെച്ചാൽ ഒരു ലേഡിക്ക് എപ്പോഴും, അല്ലെങ്കിൽ ഒരു വുമണിന് എപ്പോഴും വീട് മറന്നിട്ട് അവളുടെ സ്വപ്നങ്ങളോ അല്ലെങ്കിൽ അവളുടെ ആഗ്രഹങ്ങളോ നടത്തുവാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞുള്ള ഒരു പെസിമിസ്റ്റിക് പോയമാണ് ഹേർട്ട് ഓഫ് എ വുമൺ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പോയമാണ് സാഡ് മദർ. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു 2018 തോന്നുന്നു സാഡ് മദർ എന്നുള്ള പോയം കമ്പാരിസന് വന്നിട്ടുള്ളത്. ഇറ്റ്സ് എ നൈസ് പോയം about the thoughts of a sad mother. So സാഡ് മദറിനെ പറ്റിയിട്ടുള്ള ഒരു നൈസ് പോയമാണ് സാഡ് മദർ എന്നുള്ള ടൈറ്റിൽ ഉള്ള ഗബ്രിയൽ മിസ്ട്രലിൻ്റെ പോയം. ഷീ വാണ്ട്സ് ഹർ ചൈൽഡ് ടു സ്ലീപ്പ് വിതൗട്ട് എനി വറി ആൻഡ് ഫിയർ, ബട്ട് ഷീ ക്യാൻ സ്ലീപ്പ് പീസ്ഫുള്ളി. ഷീ ഈസ് വെരി ടയേർഡ് ആസ് ഷീ വാസ് വർക്കിംഗ് ദ ഹോൾ ഡേ, സ്റ്റിൽ ഷീ ക്യാൻ സ്ലീപ്പ്. അപ്പോൾ ഒരമ്മ തൻ്റെ ഒരു കുട്ടിയെ ഒരു വിഷമം കൂടാതെ ഉറക്കുന്നു. പക്ഷേ അവൾക്ക് ഒരിക്കലും, അതായത് അമ്മയ്ക്കൊരിക്കലും പീസ്ഫുള്ളായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അവൾ വളരെ ടയേർഡാണ്. ഒരു ദിവസം ഫുൾ അവൾ വർക്ക് ചെയ്തു. അവൾ വളരെ ടയേർഡാണ്, എന്നിട്ടും അവൾക്ക് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. ഷീ ഫൈൻഡ്സ് ഹർ കംഫർട്ടബിൾ while seeing her child sleeps peacefully. All her worries, fatigue and fears are forgotten when she sees her child sleeping sweetly. All her dreams and joy are concentrated on her child. So അവൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു അവൾക്ക്. അവൾ വളരെ ടയേർഡാണ്, ഫറ്റിഗ് വിച്ച് മീൻസ് ക്ഷീണമുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോലും തൻ്റെ കുട്ടി ഉറങ്ങുന്നത് കാണുമ്പോൾ അവൾക്ക് ഒരു കാം ഫീലിംഗ് അവളുടെ ഉള്ളിൽ വരുന്നു. അവൾ കംഫർട്ടബിൾ ആണെന്ന് അവൾക്ക് തോന്നുന്നു. അവളുടെ എല്ലാ വിഷമങ്ങളും അവൾ മറന്നു പോവുകയാണ് കുട്ടി ഉറങ്ങുന്നത് കാണുമ്പോൾ. ആൻഡ് അവളുടെ എല്ലാ സ്വപ്നങ്ങളും എല്ലാ സന്തോഷങ്ങളും ആ കുട്ടിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ പോയത്തിൻ്റെ അർത്ഥം. അതാണ് സാഡ് മദർ എന്നുള്ള പോയത്തിലൂടെ പറയുന്നത്. അടുത്ത ഫേമസ് ആയിട്ടുള്ള പോയം, എനിക്ക് തോന്നുന്നു 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് മോഡൽ എക്സാമിനാണെന്ന് തോന്നുന്നു. റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ മദർ ഓ മൈൻ. ദിസ് പോയം ഇസ് എബൌട്ട് എക്സെപ്ഷണൽ ലവ് ഓഫ് എ മദർ. ഒരു അമ്മയുടെ എക്സെപ്ഷണൽ ലവ്, ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സ്നേഹത്തെ പറ്റിയിട്ടാണ് ഈ പോയത്തിലൂടെ പറയുന്നത്. അപ്പോൾ റുഡിയാർഡ് കിപ്ലിംഗ് ഫേമസ് ആയിട്ടൊരു പോയറ്റാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇഫ് എന്നുള്ള പോയം. അപ്പോൾ അത് എഴുതിയത് റുഡിയാർഡ് കിപ്ലിംഗ് ആയിരുന്നു. +1 നമ്മൾ പഠിച്ച ഇഫ് എന്നുള്ള പോയം. ഓക്കെ, ഇഫ് ദ പോയറ്റ് ഇസ് ഹാങ്ഡ് ഓൺ ദ ഹയസ്റ്റ് ഹിൽ ഹിസ് മദർ വുഡ് ഫോളോ ഹിം ടു ദാറ്റ് ഹൈറ്റ്. ഈ പോയത്തിലൂടെ പറയുന്നത് അമ്മ എപ്പോഴും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ്. പോയറ്റിനെ ഒരു വലിയ ഹില്ലിൽ കൊണ്ടുപോയാൽ, അല്ലെങ്കിൽ ഹില്ലിൽ കൊണ്ടുപോയി ഇടാൻ പോയി കഴിഞ്ഞാൽ അവിടെ അമ്മ ആ ഹൈറ്റിൽ ഫോളോ ചെയ്യും. എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അമ്മ കുട്ടിയെ ഫോളോ ചെയ്യുമെന്നാണ് പറയുന്നത്.
If he was drowned in the deepest sea, his mother's tears would go down to him. അവനൊരു ആഴക്കടലിൽ മുങ്ങിപ്പോയാൽ അമ്മയുടെ കണ്ണുനീര് അവനോടൊപ്പം പോവും. If his body and soul were damned, it would be the prayers of the mother that would save him. ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ പോയറ്റിൻ്റെ ആവാം ബോഡിയും സോളുമൊക്കെ എന്താണ് ചീത്തയായി പോയാൽ അവിടെയും അമ്മയുടെ പ്രാർത്ഥനകൾ അത് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറയുന്നു. സോ ഇത് എല്ലാ അമ്മമാർക്കുമുള്ളൊരു ട്രിബ്യൂട്ടാണ്, ഒരു ഡെഡിക്കേഷനാണ് മദർ ഓ മൈൻ എന്നുള്ള പോയം. എന്ത് പ്രതിസന്ധിയിലും മദർ കൂടെ ഉണ്ടാവും എന്നാണ് ഈ പോയത്തിലൂടെ പോയറ്റ് പറയുന്നത്. അടുത്തത് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയമാണ് റോക്ക് മീ ടു സ്ലീപ്പ് ബൈ എലിസബത്ത് ചേസ് അക്കേസ് അലൻ. സോ ഈ ഒരു പോയവും അത്യാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു പോയം തന്നെയാണ് റോക്ക് മീ ടു സ്ലീപ്പ് എന്നുള്ള പോയം. സോ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് എൻ എക്സ്ക്വിസിറ്റ് പോയം ഓഫ് നൊസ്റ്റാൾജിയ. അപ്പം ഇത് നൊസ്റ്റാൾജിയ ആണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീം. സ്പീക്കർ ഇൻ ദ പോയം ഇസ് എൻ ഓൾഡ് വുമൺ ഹു ഇസ് റിമെമ്പറിങ് ഹെർ ഇൻഫൻസി ആൻഡ് ചൈൽഡ്ഹുഡ്. She is requesting time to make her a child again. She also wants her dead mother to come back and sing a lullaby to her. അപ്പം ഈ ഒരു പോയം എന്ന് പറയുന്നത് ശരിക്കും ഒരു റിമെമ്പറൻസ് ആണ്, ഒരു നൊസ്റ്റാൾജിയ ഇലമെൻ്റ് ഉള്ള പോയമാണ്. ഓക്കെ, വിച്ച് മീൻസ് ഇതിൻ്റെ സ്പീക്കർ അല്ലെങ്കിൽ ഇതിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഓൾഡ് വുമൺ ആണ്. അവരവരുടെ ഇൻഫൻസി, അവരുടെ ബാല്യവും അതുപോലെ ചൈൽഡ്ഹുഡ്, ബാല്യവും കുട്ടിയായിരുന്ന സമയവും ഒരു വെറും ബേബി ആയിരുന്ന സമയമൊക്കെ അവർ ഓർക്കുകയാണ്. ഷീ ഈസ് റിക്വസ്റ്റിംഗ് ടൈം ടു മേക്ക് ഹർ എ ചൈൽഡ് അഗൈൻ. ടൈമിനോട് പറയാണ് എന്നെ വീണ്ടും ഒരു കുട്ടിയാക്കൂ എന്ന് പറയുന്നു. She also wants her dead mother to come back and sing a lullaby to her. It wishes that lullaby helps to make her sleep as used to do when the speaker was a small child. എന്നിട്ട് അവൾ പറയാണ് എൻ്റെ ഡെഡ് മദറിനെ തിരിച്ചു കൊണ്ടുവരൂ, എന്നിട്ട് എനിക്ക് വേണ്ടി ഒരു താരാട്ട് പാടിത്തരൂ എന്ന് പറയുന്നു. ആൻഡ് അവൾ വിശ്വസിക്കുന്നൊരു കാര്യം, ആ ലല്ലബി തന്നെ പഴയ പോലെ ഉറക്കത്തിലേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കുന്നു. താൻ എങ്ങനെയായിരുന്നു ഒരു കുട്ടിയായിരുന്നപ്പോൾ തന്നെ അമ്മ താരാട്ട് പാടി ഉറക്കിയിരുന്നത്. ലല്ലബി മീൻസ് താരാട്ട്. അപ്പം എങ്ങനെയാണോ താരാട്ട് പാടി ഉറക്കിയിരുന്നത് അതുപോലെ ഇപ്പോഴും അമ്മയെ തിരിച്ചു കൊണ്ടുവന്ന് എന്നെ താരാട്ട് പാടി ഉറക്കൂ എന്ന് അവൾ പറയുന്നു. It had been many years since he heard the voice of her mother as she is dead. Now she thinks her womanhood years have been just a dream. She wants her mother to come and sing her a lullaby once more so that she can go to sleep from which she will not wake up. അതുപോലെ അവൾ അമ്മയെ കണ്ടിട്ട് ഒരുപാട് നാളായി, കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് അമ്മ മരിച്ചു പോയതാണ്. അപ്പം അവൾ പറയുന്നത് എന്താണ്, അമ്മയോട് തിരിച്ചു വരാനായിട്ട് പറയുകയാണ്. ഒരു സ്വപ്നത്തിലെങ്കിലും അവളുടെ ജീവിതമെല്ലാം എന്താണ് ശരിക്കും ഒരു സ്വപ്നമായി മാറിയൊക്കെയാണ്. കാരണം അവളുടെ നല്ല കാലങ്ങളെല്ലാം കഴിഞ്ഞു, ഇപ്പോൾ അവൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. സോ അമ്മയോട് പറയാണ് തിരിച്ചു വരൂ, എന്നെ ഒന്ന് പാട്ടുപാടി ഉറക്കൂ, ഒരിക്കലും ഉണരാത്തൊരു ഉറക്കത്തിലേക്ക് എന്നെ പാട്ടുപാടി ഉറക്കൂ എന്ന് പറയുകയാണ്. അതാണ് റോക്ക് മീ ടു സ്ലീപ്പ് എന്നുള്ള പോയത്തിൻ്റെ സമ്മറി. അടുത്തത് മൈ മദർ എ ക്രേഡിൽ ടു ഹോൾഡ് മീ. നമുക്ക് ഇതിൻ്റെ മായ ഏഞ്ചലോ തന്നെയാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. Through the poem, My Mother, a Cradle to Hold Me, Maya Angelou represents greatness of her mother. ഈ ഒരു പോയത്തിലൂടെ അമ്മയുടെ ഗ്രേറ്റ്നെസ് ആണ്, മഹത്വമാണ് മായ ഏഞ്ചലോ പറയുന്നത്. The poem's theme is how a mother's love never changes. ഈ പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു അമ്മയുടെ സ്നേഹം ഒരിക്കലും ചേഞ്ച് ചെയ്യാതെ നിൽക്കുന്നത്, അതിനെ പറ്റിയിട്ടാണ് ഈ പോയത്തിലൂടെ പറയുന്നത്. No matter how needy a child is, clinging to her mother's leg or how a selfish teenager is, a mother's love never shift. അപ്പോൾ ഒരു കുട്ടിയായിരിക്കുമ്പോഴായാലും ടീനേജർ ആയാലും ഇനി ഓൾഡ് ഏജിലായാൽ പോലും അമ്മയുടെ സ്നേഹം ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. ഒരു കുട്ടി അത് കുഞ്ഞായിരിക്കുമ്പോഴും ടീനേജറായിരിക്കുമ്പോഴും എല്ലാം അമ്മയുടെ സ്നേഹം അതുപോലെ തന്നെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. This poem is a memory of an adult looking back at childhood and being truly grateful for all her mother has done. She also thanks her mother for her valuable services. അപ്പം ഈ ഒരു പോയം ഒരു അഡൾട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ തൻ്റെ ലൈഫിൽ അമ്മ ചെയ്തിട്ടുള്ള സർവീസിനെ പറ്റിയിട്ടുള്ളൊരു മെമ്മറിയാണ്. അതുമാത്രമല്ല അവളുടെ അമ്മ ചെയ്തു തന്ന എല്ലാത്തിനും അവൾ ഒരു ഗ്രേറ്റ്ഫുള്ളാണ്, അതായത് നന്ദിയുള്ളതാണ്. ഓക്കെ, ഷീ ഓൾസോ താങ്ക്സ് ഹർ മദർ ഫോർ ഓൾ ഹർ വാല്യുബിൾ സർവീസസ്. അതുപോലെ തന്നെ അമ്മ ചെയ്തിട്ടുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള സർവീസസിനെല്ലാം അവൾ താങ്ക്സ് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ മൈ മദർ എ ക്രാഡിൽ ടു ഹോൾഡ് മീ. സോ ഈ ഒരു പോയംസ് ഒക്കെ തന്നെ നോക്കിയാൽ നമുക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്.
ഒന്നെന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ബ്യൂട്ടിഫുൾ പോയമാണെന്ന് എഴുതാം. 2 ഈ ഒരു പോയത്തിൻ്റെ മെയിൻ തീം മദർ സൺ ലവ് ആണെന്ന് എഴുതാം, അല്ലെങ്കിൽ മദർ ചൈൽഡ് ലവ് ആണെന്ന് എഴുതാം. സൺ ഡോട്ടർ അങ്ങനെ എഴുതുന്നതിനേക്കാളും മദർ ചൈൽഡ് ലവ് ആണെന്ന് എഴുതാം. ഈ പറഞ്ഞിട്ടുള്ള പോയത്തിൽ ഒരു പോയം മാത്രമേ ഫാദർ സൺ ലവ് പറയുന്നുള്ളൂ, ടോയ്സ് എന്നുള്ള പോയം. ബാക്കിയെല്ലാം മദർ ചൈൽഡ് ലവ് ആണ് പറയുന്നത്. അപ്പോൾ അത് ജനറലായിട്ട് വേണമെങ്കിൽ എഴുതാം. പിന്നീട് ഓപ്പണിംഗ് ലൈൻ ഏതാണെന്നും പറഞ്ഞിട്ട് എഴുതാം. അതുപോലെ ഈ പോയം ഒരു ട്രിബ്യൂട്ടാണ് മദറിന് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതുപോലെ ഈ പോയത്തിലൂടെ പോയറ്റ് മദറിനോട് താങ്ക്സ് പറയാണ് എന്ന് വേണമെങ്കിൽ എഴുതാം. അതുപോലെ മിക്ക പോയംസും മെമ്മറീസ് അബൌട്ട് മദറാണ്. സോ അത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പം ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ ജനറലായിട്ടുള്ളത് ഈ ടൈപ്പ് ഓഫ് പോയംസിലുണ്ടാവും. അപ്പം അതൊക്കെ ജസ്റ്റ് ആ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ കോമൺ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള പോയംസ്. ആൻഡ് പോയംസ് ഫോർ റെഫറൻസ് എന്നുള്ളൊരു സെഷനിൽ ഞാൻ കുറച്ച് പോയംസ് തന്നിട്ടുണ്ട്. ആൻ ടൈലറിൻ്റെ മൈ മദർ, ദെൻ ജോൺ ഗ്രീൻലീഫ് വിറ്ററിൻ്റെ ട്രിബ്യൂട്ട് ടു മദർ, എഡ്ഗർ അലൻ പോയിൻ്റെ ടു മൈ മദർ, ക്രിസ്റ്റീന റോസറ്റിയുടെ സോണറ്റ്സ് ആർ ഫുൾ ഓഫ് ലവ്, ദെൻ ലോല റിഡ്ജിൻ്റെ മദർ, ദെൻ മൈ മദേഴ്സ് ഗാർഡൻ ആൻഡ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ. ഇതിൽ നൈറ്റ് ഓഫ് ഓഫ് ദ സ്കോർപ്പിയോണിനെ പറ്റിയിട്ട് ഞാൻ കുറേ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എനി വുമണിൻ്റെ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ പറഞ്ഞപ്പോഴും അതിലും ഞാൻ ആക്ച്വലി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്നുള്ള പോയം. സെയിം തീമാണ്, മദേഴ്സ് ലവ് ആണ് അതിലും പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ പോയംസൊക്കെ. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ പോയംസൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വായിച്ച് നോക്കാം. ഒരു 75% ഇതിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി വേറെ ഏതെങ്കിലുമാണ് ചോദിക്കുന്നതെങ്കിൽ അപ്പോഴും ഞാൻ പറഞ്ഞ ഈ ഐഡിയാസും ലോജിക്കും വെച്ചിട്ട്, ഒട്ടും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ ഐഡിയാസും ലോജിക്കും വെച്ചിട്ട് കാര്യങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നവർ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. ഫോക്കസ് ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. പിന്നെ അല്ലാതെ ജനറൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്, ക്ലാസ്സസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്. ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.